ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. ഇന്നു മുതൽ നമ്മൾ പുതിയ ഒരു പുസ്തകം പഠിക്കുവാൻ തുടങ്ങുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഈ പുസ്തകം ഒരു നറേറ്റീവാണ്, എന്ന് വച്ചാൽ നടന്ന സംഭവങ്ങൾ വിവരിച്ചിരിക്കുന്ന ഒരു പുസ്തകം. ഞാനത് തുടക്കത്തിൽ തന്നെ പറയുവാൻ ഒരു കാരണമുണ്ട്. നമ്മൾ ബൈബിളിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് വായിക്കുക എന്നതാണ്. വായിക്കുമ്പോൾ ഇത് ഏത് തരത്തിലുള്ള എഴുത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. അങ്ങനെ നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ഒരു നറേറ്റീവാണ്, അല്ലെങ്കിൽ സംഭവങ്ങൾ നടന്നത് വിവരിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇത്തരത്തിലാണ് സുവിശേഷങ്ങൾ എഴുതിയിരിക്കുന്നത്. ഇത്തരത്തിലാണ് പഴയ നിയമത്തിലുള്ള ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗങ്ങൾ, പിന്നെ സംഖ്യാപുസ്തകത്തിലെ ചില അധ്യായങ്ങൾ, യോശുവയുടെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം, ശമൂവേലിൻ്റെ പുസ്തകം, രാജാക്കന്മാരുടെ പുസ്തകം, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം തുടങ്ങിയവയൊക്കെ സംഭവങ്ങൾ വിവരിച്ചിരിക്കുന്നു. ഇത് നമ്മൾ വായിക്കുമ്പോൾ നടന്ന കാര്യങ്ങൾ വായിക്കുന്നയാളുടെ അറിവിലേക്കായി എഴുതിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്തരം ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, അവയെ അമിതമായി ആത്മീയവൽക്കരിക്കരുത്. ഇംഗ്ലീഷിൽ സ്പിരിച്വലൈസ് ചെയ്യുക എന്ന് പറയും. അതിൻ്റെ അർത്ഥം, ഈ ഭാഗത്ത് നടന്ന സംഭവങ്ങൾ, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ, വസ്തുക്കൾ, വ്യക്തികൾ, അവയ്ക്ക് ഓരോന്നിനും ആത്മീയ അർത്ഥങ്ങൾ കൊടുത്ത് വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയുണ്ട്. ഇത് വാസ്തവത്തിൽ ശരിയല്ല. അത് ബൈബിളിൽ ദൈവം ഉദ്ദേശിച്ചിട്ടില്ലാത്ത അർത്ഥങ്ങളും കാര്യങ്ങളും അതിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാനത് വ്യക്തമാക്കുവാനൊരു ഉദാഹരണം പറയാം. പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം നിങ്ങൾ വായിച്ചിട്ടില്ലേ? പലരും വായിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഓരോ സ്ഥലത്തിനും ആ പുസ്തകത്തിലുള്ള ഓരോ കഥാപാത്രങ്ങൾക്കും അവരുടെ പേരുകൾ പ്രത്യേക ചില അർത്ഥങ്ങൾ നൽകുന്നു. ഉദാഹരണത്തിന്, ആ പുസ്തകത്തിലുള്ള ഒരു വ്യക്തിയാണ് സാക്ഷി. അദ്ദേഹത്തിൻ്റെ പേരങ്ങനെയല്ല, പേര് മറ്റെന്തെങ്കിലും ആയിരിക്കും. എന്നാൽ അദ്ദേഹം ആ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അയാൾ ഒരു വിശ്വസ്തനായ സാക്ഷിയാണ് എന്നാണ്. അതുപോലെ ബൈബിളിലെ നറേറ്റീവ്സ്, അല്ലെങ്കിൽ സംഭവങ്ങൾ വിവരിച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ കാണുന്ന വ്യക്തികൾക്കും സ്ഥലങ്ങൾക്കും എല്ലാം ആത്മീക അർത്ഥങ്ങളൊന്നും ഇല്ല. അങ്ങനെ നമ്മൾ വിശദീകരിക്കരുത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകരിക്കാനുള്ളതാണ് എന്ന് ചിന്തിക്കരുത്. നാരേറ്റീവ്സ്, സുവിശേഷങ്ങളായാലും അപ്പോസ്തല പ്രവൃത്തികളായാലും പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങളായാലും, അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അനുകരിക്കുവാൻ നമ്മൾ ശ്രമിക്കരുത്. അത് അപകടമാണ്. പലരും അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. യോശുവയുടെ പുസ്തകത്തിൽ രാഹാബ് എന്ന വേശ്യയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആ സ്ത്രീ ഒറ്റുകാരെ ഒളിപ്പിക്കുവാൻ വേണ്ടി പടയാളികളോട് കള്ളം പറഞ്ഞു. അതുകൊണ്ട് നമ്മളെല്ലാവരും കള്ളം പറയണം, അല്ലെങ്കിൽ കള്ളം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കരുത്. ദാവീദ് വളരെ ദൈവഭക്തനായ മനുഷ്യനായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പരാജയമുണ്ടായി. അതവിടെ എഴുതിയിരിക്കുന്നത് നമ്മളങ്ങനെ ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മളത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അവിടെ കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല. അത് എഴുതിയിരിക്കുന്നത്
എന്ത് ഉദ്ദേശത്തിലാണെന്ന് മനസ്സിലാക്കി അത് അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാവണം. ഇനി ഈ പുസ്തകത്തിലേക്ക് നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു നറേറ്റീവാണ്. ഇതിൻ്റെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. തിയോഫിലോസേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. ഞാൻ ആ വായന അവിടെ തന്നെ നിർത്തുകയാണ്. ഈ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ ഇത് ആർക്കാണ് എഴുതിയിരിക്കുന്നത് എന്ന് കാണുന്നു. തിയോഫിലോസ് എന്ന ഒരാൾക്കാണ് എഴുതിയിരിക്കുന്നത്. ആ കൂടെ തന്നെ ഇത് എഴുതിയ ആൾ പറയുന്നു, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തു ഇതും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇതെഴുതിയ ആൾ ഇതിനു മുമ്പ് ഒരു ചരിത്രം എഴുതിയിട്ടുണ്ട്. അതേതാണ് ആ ചരിത്രം? ആ ചരിത്രം ഏതാണെന്ന് ഈ ഒന്നാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. യേശുവിൻ്റെ ജീവകാലത്ത് താൻ ചെയ്ത കാര്യങ്ങൾ, യേശു തൻ്റെ അപ്പോസ്തലന്മാർക്ക് കൊടുത്ത കൽപ്പനകൾ, താൻ ആരോഹണം ചെയ്ത നാൾ വരെ ചെയ്ത കാര്യങ്ങൾ, ഉപദേശിച്ച കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഒന്നാമത്തെ പുസ്തകത്തിലുള്ളത്. അപ്പോൾ ഇത് ഏതായിരിക്കും ആ പുസ്തകം? തിയോഫിലോസെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. അപ്പോൾ ഒന്നാമത്തെ പുസ്തകവും തിയോഫിലോസിനെ ആണ് എഴുതിയിരിക്കുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ പിന്നെ തിയോഫിലോസിന് എഴുതിയ മറ്റൊരു പുസ്തകം ഏതാണ്? അത് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. ശ്രീമാനായ തിയോഫിലോസെ എന്ന് വിളിച്ചുകൊണ്ട് തുടങ്ങുന്ന മറ്റൊരു പുസ്തകമുണ്ട്. അതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം. ഇതിൽ നിന്നും ലൂക്കോസാണ് ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും എഴുതിയത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലൂക്കോസ് ആരാണ് എന്നും നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം. ഈ 2 പുസ്തകങ്ങൾ വാസ്തവത്തിൽ ഒരേ പുസ്തകത്തിൻ്റെ 2 ഭാഗങ്ങളാണ് എന്ന് കരുതുന്നതിൽ തെറ്റില്ല. അതിൻ്റെ കാരണം, നമ്മൾ ഇന്ന് എഴുതുന്നത് പോലെ പേനയും കടലാസും ഉപയോഗിച്ചല്ല അന്ന് അവർ എഴുതിയിരുന്നത്. അവർ എഴുതിയിരുന്നത് തോൽ ചുരുളുകളിലാണ്. അപ്പോൾ അത് നമ്മുടെ ബുക്കിനേക്കാൾ വലിപ്പമുള്ളതാണ്, അല്ലെങ്കിൽ നമ്മുടെ കടലാസിനേക്കാൾ വലിപ്പമുള്ളതാണ്. ഒരു പരിധിയിൽ കൂടുതൽ ആ ചുരുളിന് വലിപ്പം കൂടിയാൽ അത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറേ എഴുതി കഴിയുമ്പോൾ അത് ഒരു ചുരുളായി മാറ്റിവെക്കും. അതിനുശേഷം വേറൊരു ചുരുളെടുത്ത് അതിലെഴുതും. അതുകൊണ്ടാണ് ബൈബിളിലുള്ള പല പുസ്തകങ്ങളും ഒന്നാമത്തെ പുസ്തകവും രണ്ടാമത്തെ പുസ്തകവും എന്ന് വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് 1 ശമൂവേലും 2 ശമൂവേലും പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങൾ 2 പുസ്തകങ്ങളായിരിക്കുന്ന അവയുടെ വലിപ്പം കൊണ്ടാണ്. അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും മിക്കവാറും 2 പുസ്തകങ്ങളായിരിക്കുന്നതിൻ്റെ കാരണം അത് അവയുടെ വലിപ്പം കൊണ്ടാണ്. അപ്പോൾ 2 ആയി വിഭജിച്ച ഒരു ഗ്രന്ഥമാണ് ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കാരണം 2ഉം എഴുതിയത് ഒരാളാണ് എന്ന് മാത്രമല്ല, 2ഉം എഴുതിയത് ഒരാൾക്ക് തന്നെ ആയിരുന്നു. തിയോഫിലോസിന് ലൂക്കോസ് എഴുതിയതാണ് ഈ 2 പുസ്തകങ്ങളും. ലൂക്കോസ് എന്ന വ്യക്തിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹമാണ് ബൈബിളിലെ ഏക യഹൂദനല്ലാത്ത എഴുത്തുകാരൻ. മറ്റെല്ലാ എഴുത്തുകാരും യഹൂദന്മാരായിരുന്നു. പേരറിയാവുന്നതിൽ യഹൂദനല്ലാത്ത എഴുത്തുകാരനായി ബൈബിളിലുള്ള ആളാണ് ലൂക്കോസ്. ഈ ലൂക്കോസ് ആരായിരുന്നു എന്ന് ഒന്നറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അത് നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.